പാലക്കാട് പട്ടഞ്ചേരി കൊച്ചിക്കാട്ടിൽ ജൻശിക്ഷ സംസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ സാങ്കേതിക തൊഴിൽ പരിശീലന പദ്ധതിക്ക് തുടക്കം. പട്ടികവർഗ വിഭാഗക്കാർക്കായി 3 മാസം നീണ്ടു നിൽക്കുന്ന ഇലക്ട്രിക് പ്ലംബിംഗ് കോഴ്സുകൾക്കാണ് തുടക്കമായത്. പട്ടഞ്ചേരി പഞ്ചായത്ത് അധ്യക്ഷൻ PS ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അന്തിക്കാട് ബൈക്ക് മോഷ്ടിച്ച കേസിൽ 2 പേർ പിടിയിൽ. ആമ്പല്ലൂർ സ്വദേശി ആകേഷ്, നെല്ലായി സ്വദേശി ശരത് എന്നിവരാണ് അന്തിക്കാട് പോലീസിന്റെ പിടിയിലായത്. പ്രതികളിൽ നിന്നും 3 ബൈക്കുകൾ പോലീസ് കണ്ടെടുത്തു. ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ മോഷ്ടാവ് വീണ്ടും മോഷണത്തിനിടയിൽ പിടിയിൽ. പാലക്കാട് നാഗലശ്ശേരി സ്വദേശി അജീഷിനെയാണ് ചെറുതുരുത്തി SI നിഖിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. പ്രതി കോഴിക്കോട് നിന്നും മോഷ്ടിച്ച ബൈക്കുമായി വരുന്നതിനിടെയാണ് പിടിയിലായത്. തിരുവനന്തപുരം പാറശാലയിൽ നിയന്ത്രണം വിട്ട ലോറി ബൈക്കിലും കാറിലും ഇടിച്ച അപകടത്തിൽ ബൈക്ക് യാത്രികൻ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. ഇവരെ പാറശാല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊല്ലം ചാത്തന്നൂരിൽ ഹോസ്റ്റലിന്റെ മാൻഹോളിൽ വീണ് യുവതികൾക്ക് പരിക്ക്. മെഡിസിറ്റി ഹോസ്പിറ്റൽ പാരാമെഡിക്കൽ ജീവനക്കാരായ മനീഷ, സ്വാതി എന്നിവർക്കാണ് പരിക്കേറ്റത്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ കെട്ടിടത്തിന് മുകളിൽ നിന്നും വീണ് വയോധികൻ മരിച്ചു. മരിച്ചത് കൊടുങ്ങല്ലൂർ എറിയാട് സ്വദേശി അലിക്കുഞ്ഞ്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ വയോധികനെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 65 വയസ്സ് പ്രായം തോന്നിക്കുന്ന ആളുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മൃതദേഹം ആരുടെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. SNDP യോഗം ആലപ്പുഴ മാന്നാർ യൂണിയനിലെ മുട്ടേൽ ശാഖ ഗുരുക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവ പ്രതിഷ്ഠയുടെ വാർഷികവും കൺവെൻഷനും സംഘടിപ്പിക്കും. യോഗം ദേവസ്വം സെക്രട്ടറി അരയക്കണ്ടി സന്തോഷ് ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ കുട്ടനാട്ടിൽ കേരള കർഷക ഫെഡറേഷൻ ജില്ലാ സമ്മേളനം കൈനകരിയിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന ചെയർമാൻ K സുരേഷ് ബാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന നാടകയാത്രയ്ക്ക് പാലക്കാട് പെരിങ്ങോട് സ്വീകരണം നൽകി. ജനുവരി 26-ന് തൃശൂരിൽ നിന്ന് തുടങ്ങിയ യാത്ര 23 കേന്ദ്രങ്ങളിൽ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് പെരിങ്ങോട് എത്തിച്ചേർന്നത്.